രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കില്ല. RSSന്റെയും BJPയുടെയും ചടങ്ങാണ് നടക്കുന്നതെന്ന് കോൺഗ്രസ്. അച്യുതൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, ഏതായാലും ഏറെ നാളത്തെ അവ്യക്തതയ്ക്ക് ശേഷം അതിലൊരു തീരുമാനമായിരിക്കുന്നു. സോണിയാഗാന്ധി വ്യക്തിപരമായ നിലയിൽ പങ്കെടുക്കും എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. ഔദ്യോഗികമായി പങ്കെടുക്കുന്നില്ല എന്നൊരു വിശദീകരണം നൽകി ആ വിഷയത്തെ അങ്ങനെ കൈകാര്യം ചെയ്യാമെന്നുള്ള ആലോചനകളും ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ നിന്നാണ് ഈ അയോധ്യയിലേക്കില്ല എന്നൊരു നിലപാടിലേക്ക്, ഉറച്ച തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തുന്നത്. ഗോകുൽ, ഈ അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് ലഭിച്ച ക്ഷണം അത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കായിരുന്നു വഴിവെച്ചത്. ദിഗ്വിജയ് സിംഗ് ആദ്യഘട്ടത്തിൽ, മുതിർന്ന കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് ആദ്യഘട്ടത്തിൽ പ്രതികരിച്ചിരുന്നത് ഈ ചടങ്ങിൽ സോണിയാഗാന്ധിയോ അല്ലെങ്കിൽ സോണിയാഗാന്ധിക്ക് പകരം മറ്റൊരു പ്രതിനിധിയോ പങ്കെടുക്കുമെന്നുള്ളതായിരുന്നു. അതിനുശേഷം വലിയ രീതിയിലുള്ള ചർച്ചകൾ, പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തിനകത്തെ കക്ഷികൾ തന്നെ പലതരത്തിലുള്ള അതൃപ്തികൾ ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചു. അത് പരോക്ഷമായും പ്രത്യക്ഷമായും പ്രകടമായിരുന്നു. തുടർന്ന് കേരളത്തിൽ പോലും ഈ വിഷയത്തിൽ കോൺഗ്രസ് അഭിപ്രായം രേഖപ്പെടുത്തുകയുണ്ടായി. മുരളീധരൻ നേരിട്ട് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ ഈ ചടങ്ങിൽ പങ്കെടുക്കരുത് എന്ന കാര്യം ധരിപ്പിച്ചതായി തന്നെ അദ്ദേഹം പ്രതികരിച്ചു. ഒപ്പം KPCC അധ്യക്ഷൻ K സുധാകരനും പറഞ്ഞത് തങ്ങളോട് അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായം ചോദിച്ചാൽ തങ്ങൾ നിലപാട് വ്യക്തമാക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെയും പ്രതികരണം. സമസ്ത മുഖപത്രം പോലും കോൺഗ്രസിനെ വിമർശിച്ച് രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിലെല്ലാം ഒടുവിലാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഔദ്യോഗികമായി ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. അത് ഈ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ RSS BJPയുടെ ഒരു ചടങ്ങാണ്. രാഷ്ട്രീയമായി മുതലെടുക്കുവാൻ വേണ്ടി, രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി BJP നടത്തുന്ന ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് ദേശീയ നേതൃത്വവും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് BJPയുടെ കെണിയിൽ കോൺഗ്രസ് വീഴില്ല എന്നുള്ളതായിരുന്നു സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വ്യക്തമാക്കിയിരിക്കുന്നു. എന്തായാലും ആ ഒരു കാര്യത്തിൽ കോൺഗ്രസ് ഈ ഒരു തീരുമാനത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇതേ സമയത്ത് കോൺഗ്രസിന്റെ തീരുമാനത്തിനെ വിമർശിച്ച BJP നിന്നും അഭിപ്രായങ്ങൾ, പ്രതികരണങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. കോൺഗ്രസ് ഇന്നെടുത്ത തീരുമാനം അത് തെറ്റായിരുന്നു എന്ന് നാളെ തോന്നും എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഈ നിമിഷത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ ചർച്ചകൾക്കായിരുന്നു വഴിവെച്ചത്. പ്രധാനമായും കോൺഗ്രസിൽ സോണിയാഗാന്ധിക്കും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയ്ക്കും അധിർ രഞ്ജൻ ചൌധരിക്കുമായിരുന്നു ക്ഷണമുണ്ടായിരുന്നത്. എന്തായാലും ഈ ചടങ്ങിൽ ഇപ്പോൾ ഇവരാരും, കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ആരും പങ്കെടുക്കില്ല എന്നുള്ള കാര്യത്തിൽ കൂടി ഒരു വ്യക്തത വരുത്തിയിരിക്കുകയാണ് ഗോകുൽ. ശരി, രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കില്ല എന്ന നിലപാട് വന്നിരിക്കുന്നു. ഉറച്ച തീരുമാനം അവർ വ്യക്തമാക്കിയിരിക്കുന്നു. KC വേണുഗോപാലിന്റെ പ്രതികരണത്തിലേക്ക്. സ്റ്റേറ്റ്മെന്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞല്ലോ. ആ സ്റ്റേറ്റ്മെന്റിൽ കൃത്യമായിട്ടത് പ്രതിപാദിച്ചിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റിൽ അനുസരിച്ച് നിൽക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടിയുടെ ബഹുമാനം കൃത്യമായിട്ടും വ്യക്തമാക്കുന്നതാണ് ആ സ്റ്റേറ്റ്മെന്റ്. ഈ പരിപാടി രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള കേളികൊട്ടലാണ്. അതിനോട് ഞങ്ങൾ യോജിക്കുന്നു. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.